പുറത്തു നിന്നും ഡബിൾ ലോക്കിട്ട് പൂട്ടിയിരിക്കുന്ന ഒരു വീട്. ആ വീട്ടിനകത്ത് 85 വയസ്സ് പ്രായമായ ഒരു അമ്മൂമ്മ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നു. ശരീരത്തിൽ മൊത്തം 27 വെട്ടുപാടുകൾ. അരും കൊല ചെയ്തയാൾ ആ അമ്മൂമ്മയുടെ 2 ചെവികളും ക്രൂരമായി അറുത്തെടുത്തിരിക്കുന്നു. പോലീസ് നായയ്ക്ക് കേസ് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല. കാരണം കേസിനാസ്പദമായ സംഭവം നടന്നിരിക്കുന്ന സ്ഥലത്ത് മുളകുപൊടി വിതറിയിട്ടാണ് ആ ക്രൂരകൃത്യം ചെയ്ത ആളുകൾ അവിടെ നിന്നും പോയിരിക്കുന്നത്. CCTV ഇല്ല, മറ്റു തെളിവുകൾ യാതൊന്നുമില്ല. എന്തിനേറെ പറയുന്നു, വിരലടയാളങ്ങൾ പോലും ബാക്കി വെക്കാതെ നടത്തിയിരിക്കുന്ന ആ പെർഫെക്റ്റ് ക്രൈം. ഹോളിവുഡ് സിനിമകളെ പോലും വെല്ലുന്ന തരത്തിലുള്ള ഇത്തരമൊരു ക്രൂര കൊലപാതകം ചെയ്ത പ്രതിയെ യഥാർത്ഥത്തിൽ പോലീസ് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ എല്ലാവരും ആ നാടടങ്കം ഒന്നടങ്കം ഞെട്ടിപ്പോയി. കാരണം ആ പ്രതി ആ കുടുംബവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരാളായിരുന്നു. 2013 മലപ്പുറം ബെങ്ങലൂരിൽ നടന്ന കുഞ്ഞുലക്ഷ്മി അമ്മയുടെ കൊലപാതകത്തിന്റെ ചുരുളഴിയാത്ത കറുത്ത ഇരുണ്ട അറകളിലേക്ക് നമുക്കൊരു യാത്ര ചെയ്യാം. 2013 മാർച്ച് 4-ാം തീയതി വൈകുന്നേരം തൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് സതി ടീച്ചർ വീട്ടിലേക്ക് ക്ഷീണിതയായി തിരിച്ചു വരികയാണ്. വീടിൻ്റെ മെയിൻ ഗേറ്റ് തുറന്നു കയറുന്ന സമയത്ത് അവർക്ക് മുളക് പൊടിയുടെ രൂക്ഷഗന്ധവും രക്തത്തിൻ്റെ അമാന്തിക്കുന്ന വളരെ രൂക്ഷമായ ഗന്ധവും അനുഭവപ്പെട്ടു. പേടിച്ച് വിറച്ചുകൊണ്ട് അമ്മ എന്ന് ഉറക്കെ നിലവിളിച്ച് ബെഡ്റൂമിലേക്ക് ഓടിച്ചെന്ന സതി ടീച്ചർ കണ്ട കാഴ്ച, തൻ്റെ അമ്മ കുഞ്ഞുലക്ഷ്മി അമ്മാൾ അവിടെ തറയിൽ വീണ് കിടന്ന് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ഒരു സീനാണ് കണ്ടത്. അവരുടെ കഴുത്തിലുണ്ടായിരുന്ന മുഴുവൻ ആഭരണങ്ങളും ചെവിയിലുണ്ടായിരുന്ന ആഭരണങ്ങളും മെഞ്ഞു തുടങ്ങിയ സകലമാന സാധനങ്ങളും ആ വീട്ടിൽ നിന്ന് മോഷണം പോയിരിക്കുന്നു. ആ ക്രൂരനായ കള്ളൻ തൻ്റെ അമ്മയുടെ മാലയും കഴുത്തിലെ തോടനുമെല്ലാം പൊട്ടിച്ചെടുക്കുന്നതിന് പകരം തൻ്റെ അമ്മയുടെ 2 ചെവിയും അറുത്തെടുത്ത് കൊണ്ടുപോയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നടുങ്ങിപ്പോയ സതി ഉടനെ തന്നെ പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് എത്തി അന്വേഷണം ഉടനെ തന്നെ ആരംഭിച്ചു. തൻ്റെ അമ്മ കുഞ്ഞുലക്ഷ്മി അമ്മാൾ കുറച്ച് മാനസികമായി മറ്റുള്ളവരോട് അലിവുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും എന്തെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുലക്ഷ്മി അമ്മാൾ യാതൊരു മടിയും കൂടാതെ അതെല്ലാം നൽകും. ഇത്തരം സാഹചര്യത്തിൽ സതി ടീച്ചർ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് മുൻവാതിൽ പൂട്ടിയിട്ടുകൊണ്ടായിരുന്നു പോകാറുണ്ടായിരുന്നത്. പക്ഷേ ഈ സാഹചര്യത്തിൽ അവർ ചെക്ക് ചെയ്യുന്ന സമയത്ത് വീടിൻ്റെ പിൻവാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. സതി ടീച്ചർ ഒരുപക്ഷെ അന്ന് ആ ദിവസം വീടിൻ്റെ പിൻവാതിൽ പൂട്ടിയിടാൻ മറന്നു പോയതായിരിക്കാം. അതല്ലെങ്കിൽ കുഞ്ഞുലക്ഷ്മി അമ്മാൾ ആരെങ്കിലും വന്ന് വിളിച്ച സമയത്ത് തനിക്ക് മുൻവാതിൽ തുറക്കാൻ കഴിയാത്ത സാഹചര്യമായതുകൊണ്ട് പിൻവാതിൽ തുറന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തതാകാം എന്നൊരു നിഗമനത്തിലേക്ക് അവരവിടെ എത്തിച്ചേരുകയാണ്. ഈ വീട്ടിലെ രഹസ്യങ്ങൾ കൃത്യമായി അറിയുന്ന ഒരാളാണ് ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത്, മോഷണശ്രമം ചെയ്തിരിക്കുന്നതെന്ന് പോലീസിനും സതിക്കും ഏകദേശം ഉറപ്പായി. അതുകൊണ്ട് തന്നെ അവർ തങ്ങളുടെ പരിസരത്ത് കാര്യങ്ങൾ അന്വേഷിക്കാൻ ആരംഭിച്ചു. അപ്പോഴാണ് ഉച്ചയ്ക്ക് ഒരു 12 മണിയൊക്കെ ആകുന്ന സമയത്ത് ഈ അമ്മ മുറ്റത്ത് നിന്നുകൊണ്ട് പൂക്കൾ പറിക്കുന്നത് തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്ന് തൊട്ടടുത്ത ക്ഷേത്രത്തിലുള്ള പൂജാരി പറഞ്ഞത്. മാത്രമല്ല കൊലപാതകം നടന്നിരിക്കുന്നത് ഏകദേശം ഉച്ചയ്ക്ക് 12 മണിക്കും 2 മണിക്കും ഇടയിലാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും പറയുന്നു. പോലീസിന് ക്രൈം സ്പോട്ടിൽ നിന്നും യാതൊരു തെളിവും ലഭിക്കാത്ത സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടു പോയ സ്വർണത്തിന്റെ പുറകിലായി പിന്നീട് പോലീസിന്റെ ശ്രദ്ധ. അത്തരത്തിൽ കേസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് തൊട്ടടുത്ത ടൗണിൽ നിന്നും സ്വർണ്ണക്കടയിൽ നിന്നും പോലീസിന് ഒരു കോൾ വരുന്നത്. സാർ, നിങ്ങൾ അന്വേഷിക്കുന്ന ആ ഒരു സ്വർണത്തിൻ്റെ ഒരു പോർഷൻ എൻ്റെ കയ്യിൽ ഒരു സ്ത്രീ വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ പെട്ടെന്ന് വരികയാണെങ്കിൽ അത് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോഴാണ് പോലീസ് ആ കാര്യം മനസ്സിലാക്കുന്നത്. തങ്ങൾ തിരഞ്ഞു നടക്കുന്ന കൊലയാളി ഒരു പക്ഷേ ഒരു സ്ത്രീ ആയിരിക്കാം. ഇത്രയും ക്രൂരമായ കൊലപാതകം ചെയ്ത ആ സ്ത്രീ ആണെങ്കിൽ അവരെ കണ്ടെത്തിയിട്ട് തന്നെ എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി പോലീസും അതിന് പിന്നാലെ പോയി. തൻ്റെ മകനെ വിദേശത്തേക്ക് അയക്കാൻ പണം ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടായിരുന്നു ആ സ്ത്രീ ആ സ്വർണം വിറ്റതെന്ന് ഈ സ്വർണ്ണക്കടക്കാരൻ പറയുന്നു. മാത്രമല്ല ഇതിന് സാക്ഷിയായി കുഞ്ഞാപ്പ എന്ന് പറയുന്ന ഒരു കടക്കാരനെ കൂട്ടിയിട്ടായിരുന്നു ഈ സ്ത്രീ വന്നതെന്നും തൻ്റെ പേര് സരോജിനി എന്നാണെന്നും മലപ്പുറത്തെ പൈങ്കണ്ണൂരാണ് തൻ്റെ വീട് എന്നിങ്ങനെയുമുള്ള ഇത്രയും ഡീറ്റെയിൽസ് ഈ സ്ത്രീ പറഞ്ഞതായി പറയപ്പെടുന്ന രീതിയിൽ പോലീസിനോട് പറയുകയാണ്. പ്രതിയെ കിട്ടി എന്ന ആശ്വാസത്തിൽ പോലീസ് നേരെ പൈങ്കണ്ണൂരിലേക്ക് തൻ്റെ അന്വേഷണം വ്യാപിപ്പിച്ചു. എന്നാൽ അവിടെ എത്തിയ സമയത്താണ് മറ്റൊരു ട്വിസ്റ്റ് ഉണ്ടാവുന്നത്. സത്യത്തിൽ സരോജിനി എന്ന പേരിൽ ആ നാട്ടിൽ 2 സ്ത്രീകളുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സ്വർണ്ണക്കടക്കാരനെയും മാത്രമല്ല കുഞ്ഞാപ്പയെയും സ്ഥലത്തെത്തി ഈ 2 സ്ത്രീകളിൽ ആരാണ് സരോജിനി, അതായത് സ്വർണം വിറ്റ സരോജിനി ഇതിൽ ആരാണെന്ന് കുഞ്ഞാപ്പയെയും അതേപോലെ ആ സ്വർണ്ണക്കടക്കാരനെയും മുന്നിൽ നിർത്തിക്കൊണ്ട് പോലീസ് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. ഇങ്ങനെ ചോദ്യം ചെയ്ത സമയത്ത് അവിടെ വീണ്ടും ഒരു ട്വിസ്റ്റ് ഉണ്ടാവുകയാണ്. അത് മറ്റൊന്നുമല്ല, ഈ 2 സരോജിനിമാരുമല്ല ആ കടയിലെത്തി ആ സ്വർണം വിറ്റത് എന്നാണ് ഈ ദൃക്സാക്ഷികൾ പറയുന്നത്.
പോലീസിനെ വഴിതെറ്റിക്കാൻ വേണ്ടി വ്യാജമായ മേൽവിലാസവും പേരും നൽകിയാണ് ഈ സ്വർണം അവിടെ വിറ്റതെന്നുള്ളത് പോലീസ് മനസ്സിലാക്കി. കേസ് വീണ്ടും ഇവിടെ ഇരുട്ടിലാവുകയാണ്. മുൻവാതിൽ പൂട്ടിയും പിൻവാതിൽ തുറന്നും ഒരുപക്ഷെ ആ അമ്മ മയങ്ങുന്ന സമയത്ത് കൃത്യമായി അവിടെ വരാനും ആ കൃത്യം നടത്താനും കൃത്യമായി പ്ലാനിംഗ് തയ്യാറാക്കിയ ഒരാളാണ് ഇത് ചെയ്തതെന്ന് പോലീസിന് അന്നും ഇന്നും കൃത്യമായ ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ അത് ആരായിരിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ പോലീസിനുണ്ടായിരുന്നുള്ളൂ. ഇത്തരത്തിൽ ഇവിടെ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്ന ഒരാൾ, അതൊരു സ്ത്രീയാണെങ്കിൽ അവിടെ വന്നു പോകാറുള്ള 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ സ്ത്രീകളുടെയും ഒരു ഫോട്ടോ ആൽബം പോലീസ് തയ്യാറാക്കുകയാണ്. പിന്നീട് ജ്വല്ലറി ഉടമയെയും കുഞ്ഞാപ്പയെയും പോലീസ് അത് കാണിച്ച് വെരിഫൈ ചെയ്യുന്നു. കുറേ ഫോട്ടോകൾ മറിച്ചു നോക്കിയ ശേഷം പെട്ടെന്ന് ഒരു ഫോട്ടോയ്ക്ക് മുമ്പിൽ ആ സ്വർണ്ണക്കടക്കാരൻ്റെ വിരലുകൾ നിൽക്കുകയാണ്. സാർ, ഇവളാണ് ഇവിടെ ആ സ്വർണം വിറ്റിരിക്കുന്നത്. സത്യത്തിൽ ആ സ്ത്രീ ആരാണെന്ന് അന്വേഷിച്ച പോലീസ് ശരിക്കും ഞെട്ടിപ്പോയി. ഈ കേസിന്റെ അന്വേഷണത്തിന്റെ തുടക്കത്തിൽ ആരൊക്കെയാണ് ഈ വീട്ടിൽ ഇതിനു മുൻപേ ഉണ്ടായിരുന്നത് എന്നുള്ള ചോദ്യത്തിന് സതികുമാരി ഈ ആളുകളുടെ പേര് പറയുകയും എന്നാൽ ഇവർക്കൊന്നും യാതൊരു തരത്തിലും ഈ കേസിൽ ഒരു പങ്കുണ്ടാവണമില്ല, മാത്രമല്ല ഈ സ്ത്രീ വെറും ഒരു പച്ച പാവമാണ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ നിന്നിരുന്നതും എന്നാൽ പിന്നീട് ജോലി ഉപേക്ഷിച്ച് പോയ ഒരു സ്ത്രീയാണ് എന്നുള്ള രീതിയിലാണ് പോലീസിന് മൊഴി നൽകിയിരുന്നത്. സത്യത്തിൽ ഈ സ്ത്രീയുടെ പേര് ശാന്തകുമാരി എന്നായിരുന്നു. ഇവർക്ക് ഓൾമോസ്റ്റ് ഒരു 53 വയസ്സ് പ്രായം ഉണ്ടായിരുന്നു. കുഞ്ഞുലക്ഷ്മി അമ്മയുടെ മകൻ പാലക്കാട്ടുള്ള ആ വ്യക്തിയുടെ വീട്ടിലായിരുന്നു സരോജിനി എന്ന് പറയുന്ന സ്ത്രീ ആ സമയത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ വെച്ചിട്ടാണ് അവർ ഈ ക്രൂരകൃത്യം പ്ലാൻ ചെയ്തത്. വീടിൻ്റെ പിൻവാതിൽ ഓൾമോസ്റ്റ് തുറന്നു കിടക്കുന്നതും അതേപോലെ മുൻവാതിൽ അടച്ചിട്ടുള്ളതും എന്ന് തുടങ്ങി ആ വീടിൻ്റെ സകലമാന ശാസ്ത്രവും അറിഞ്ഞു വെച്ചുകൊണ്ടായിരുന്നു ആ സ്ത്രീ ഈ ക്രൂര കൊലപാതകം പ്ലാൻ ചെയ്തത്. മാർച്ച് 4 ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ആരും കാണാതെ ഈ സ്ത്രീ ആ വീടിനകത്തേക്ക് കയറിപ്പറ്റി. ഈ സമയത്ത് കുഞ്ഞുലക്ഷ്മി അമ്മ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെ അവൾ തൻ്റെ കൈകളിൽ ഗ്ലൗസും കാലിൽ സോക്സും എല്ലാം ധരിച്ചുകൊണ്ട് തൻ്റെ കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് കുഞ്ഞുലക്ഷ്മി അമ്മയെ തുരുതുരാ കുത്താൻ തുടങ്ങി. ഈ സമയത്ത് കുഞ്ഞുലക്ഷ്മി അമ്മ ഉറക്കമുണർന്നു. പക്ഷേ ഈ ഉറക്കമുണർന്നതൊന്നും അവൾക്ക് യാതൊരു പ്രശ്നമുണ്ടായിരുന്നില്ല. സാധാരണ പ്രായമായ സ്ത്രീകൾ കാതിൽ വലിയ കടുക്കൻ തൂക്കാറുണ്ട്. ആദ്യം അവൾ ചെയ്തത് ആ 2 കാതുകളും ഒരു മനസാക്ഷിയുമില്ലാതെ അറുത്തെടുക്കുകയാണ് ചെയ്തത്. കാരണം അത് ഊരിയെടുക്കാനുള്ള സമയം അവൾക്കുണ്ടായിരുന്നില്ല. പിന്നീട് മരണം ഉറപ്പെടുത്താൻ വേണ്ടി തൊട്ടടുത്ത് കിടന്നിരുന്ന ഷാൾ എടുത്ത് ഈ അമ്മയുടെ കഴുത്തിൽ വരിഞ്ഞു മുറുക്കി അവരെ കൊലപ്പെടുത്തി. പിന്നീട് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത ഭാവത്തിൽ അവിടെ അടുക്കളയിലുണ്ടായിരുന്ന മുളക് പൊടി എടുത്ത് അവിടെ ചുറ്റും വിതറിയ ശേഷം കൂളായി അവിടെ നിന്നും ഇറങ്ങിപ്പോയി. സിനിമകളിൽ പറയാറുള്ള പോലെ സൈക്കോസിസിന്റെ പല അവസ്ഥാന്തരങ്ങളും കണ്ടിട്ടുണ്ട് എന്ന് നമ്മൾ കളിയാക്കി പറയുന്നത് പോലെ ഇവിടെ ഒരു പക്ഷേ നമുക്കത് സീരിയസ് ആയിട്ട് പറയേണ്ടി വരും. കാരണം ഈ കേസിലെ ഒരു സൈക്കോസിനാസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊലപാതകം നടത്തിയ സ്ത്രീ പിന്നീട് നേരെ പോയത് പാലക്കാടുള്ള അവരുടെ മകൻ്റെ വീട്ടിലേക്കാണ്. പിന്നീട് അവിടെ നിന്നും പിറ്റേ ദിവസം ഇവരുടെ മരണാനന്തര ചടങ്ങുകളിൽ ഈ സ്ത്രീ പങ്കെടുത്തു. ആ കൊലപാതകം ചെയ്ത കൈകൾ കൊണ്ട് തന്നെ അവിടെ വന്ന ആളുകൾക്ക് ഈ സ്ത്രീ ഭക്ഷണം വെച്ച് വിളമ്പി നൽകി. അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്നാൽ ഒരു തരിമ്പ് പോലും പശ്ചാത്താപമില്ലാതെ ഇത്തരം ഒരു ക്രൂരകൃത്യം ചെയ്ത ആ സ്ത്രീക്ക് കോടതി വിധിച്ചത് 65,000 രൂപ പിഴയും ജീവപര്യന്തം ശിക്ഷയുമാണ്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ശ്രദ്ധിക്കൂ. നമ്മുടെ വീട്ടിൽ പ്രായമായ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാറുണ്ടല്ലേ? പക്ഷേ ഇത്തരമൊരു അപകടം ഇതിന് പിന്നിൽ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ഒരുപക്ഷെ ഈ കേസ് നടക്കുന്ന സാഹചര്യത്തിൽ സ്വർണത്തിന് ഒരു പവന് 16,000-17,000 രൂപയുണ്ടായിരുന്ന സാഹചര്യത്തിൽ ഇന്നൊരു പവൻ സ്വർണത്തിന്റെ വില 1,12,000 രൂപയാണ്. അതുകൊണ്ട് തന്നെ പ്രായമായ ആളുകൾക്കോ കുട്ടികൾക്കോ സ്വർണം ധരിപ്പിച്ചു കൊടുക്കരുത് എന്ന് പലപ്പോഴും പറയാറുള്ളത് ഈ ഒരു കേസ് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പ്രായമായ ആളുകളെയോ കുട്ടികളെയോ സംരക്ഷിക്കാൻ വേണ്ടി ഇത്തരം ആളുകളെ നമ്മൾ പുറമേ നിന്ന് ഹയർ ചെയ്യുന്ന സമയത്ത് തീർച്ചയായും അവരുടെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ചെയ്തിരിക്കുക തന്നെ ചെയ്യണം. ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ചെയ്തിട്ടില്ലാത്ത പക്ഷം അവർ മറ്റേതെങ്കിലും കേസിലെ പ്രതികളോ അതല്ലെങ്കിൽ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ആളുകളോ ആണെങ്കിൽ നമ്മുടെ ആളുകൾ, നമ്മുടെ ഉറ്റവരോ ഉടയവരോ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. മാത്രമല്ല, ഇത്തരത്തിലുള്ള മനോഭാവങ്ങളുടെ സ്ത്രീകളെക്കുറിച്ച് സമൂഹത്തിൽ ഇന്ന് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായും നമ്മുടെ വീഡിയോയിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.